ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യലായിട്ട് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി കാണാം. ഈ കറി ഇടിയപ്പം, അപ്പം, പത്തിരിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടേക്കണേ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ കിഴങ്ങും സവോളയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. കിഴങ്ങും സവോളയും പച്ചമുളകും നന്നായിട്ട് വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്താൽ നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തതിന് ശേഷം ഇതൊന്ന് മൂടി 3-4 വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്യാം. കിഴങ്ങും സവോളയൊക്കെ ഒന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി, 1 നുള്ളി പെരുംജീരകവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികൾ കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിനായിട്ട് 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഓരോ സൈഡിലേക്കും ഓരോന്ന് പൊട്ടിച്ചൊഴിക്കാം. മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. മുട്ടയൊക്കെ ഒന്ന് വെന്ത് കറി ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് കുറുകി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.